നാടിന് നടുക്കിയ നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ. പിഴയായി വിധിച്ച 20 ലക്ഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ അതുല്യയ്ക്കും അഖിലയ്ക്കും നൽകണം. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന് കോടതി. ശിക്ഷ വിധിച്ചത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ എഡിറ്റർ KR അജയന് നോട്ടീസ്. കള്ളൻ വിജയൻ വിവാദമുണ്ടാക്കിയതെന്തിന്? വിശദീകരണം നൽകണം. ഇന്നത്തെ പത്രത്തിനൊപ്പം വന്ന ഇന്നലെ ഇറങ്ങേണ്ട സപ്ലിമെന്റിൽ കള്ളൻ വിജയൻ ഫീച്ചറില്ല. ഒന്നാം പേജിലും അവസാന പേജിലും VSന്റെ ഓർമ്മക്കുറിപ്പുകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിൽ. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് കർണാടകയിലെ കുടകിൽ നിന്ന്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. കൊറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലിൽ തൊഴിൽ മന്ത്രി വിളിച്ച് ചർച്ച പുരോഗമിക്കുന്നു. 20% പേരെ തിരിച്ചെടുക്കാമെന്ന് കമ്പനി. എല്ലാവരെയും തിരിച്ചെടുക്കണമെന്ന നിലപാടിൽ ഉറച്ച സർക്കാർ. പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളന തുടക്കം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും അയോധ്യ സംഭാവന തട്ടിപ്പും ഉന്നയിച്ച് പ്രതിപക്ഷം. രാജ്യം പുതിയ ഉയരങ്ങളിലേക്കെന്ന് പ്രധാനമന്ത്രി. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് മോദിയുടെ പ്രശംസ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചലോ സൻസദ് മാർച്ച് തടഞ്ഞു പോലീസ്. പിരിച്ചുവിടാൻ ലാത്തിചാർജ്. പ്രതിഷേധത്തിൽ സംഘർഷം. വെമ്പായത്തെ ബാർ കത്തിക്കലിൽ വധശ്രമത്തിനു കേസെടുത്ത് പോലീസ്. മദ്യപ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ പൊള്ളലേറ്റത് 5 പേർക്ക്. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഒരാളുടെ നില ഗുരുതരം. ബാറിന്റെ 80% കത്തി നശിച്ചു. ഉത്തരേന്ത്യയിൽ പെരുമഴയും മഴക്കെടുതിയും. മരണം 27ആയി. ജമ്മു കാശ്മീരിൽ 4 മിന്നൽ പ്രളയം. ഹിമാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ. വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. അർജന്റീനയെ നിഷ്പ്രഭരാക്കി സ്പെയിൻ ലോക ചാമ്പ്യന്മാർ. ജയം എക്സ്ട്രാ ടൈമിലെ ഫെറാൻ ടോറസിന്റെ ഗോളിൽ. അർജന്റീനൻ സംഘത്തിന് കൂച്ചുവിലങ്ങിട്ട് സ്പാനിഷ് മിഡ്ഫീൽഡർ. ന്യൂജേഴ്സിയിൽ വീണ്ടും കണ്ണീർ വാർത്ത് ലയണൽ മെസ്സി. സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത് 2ാം തവണ. ലോകവേദിയിലെ പുരസ്കാരങ്ങളിലും സ്പാനിഷ് തിളക്കം. ഗോൾഡൻ ബോൾ റോദ്രിക്ക്. കുബാർസി യുവതാരം. ഗോൾഡൻ ഗ്ലൗ ഉനൈ സിമോണിന്. ഗോൾഡൻ ബൂട്ട് എംബാപ്പയ്ക്ക്. Solo queda agradecer a mis jugadores, a toda la gente que ha sido. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ പരിശീലകൻ. ഇറാനിൽ അമേരിക്കയുടെ ബോംബ് വർഷം. ഡാർക്കോവിൻ ആണവ നിലയമടക്കം ആക്രമിച്ച അമേരിക്ക. മിസൈൽ, ഡ്രോൺ, റഡാർ സംവിധാനങ്ങൾ തകർത്തുവെന്ന അവകാശവാദം. കടുത്ത ഭാഷയിൽ തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ്. മേഖലയിൽ സമാധാനത്തോടെ തുടരാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് മുസ്തഫ. പ്രധാനമന്ത്രിമാർ വാഴാത്ത രാജ്യമെന്ന പേരുദോഷം ബ്രിട്ടന് മാറുമോ? പുതിയ പ്രധാനമന്ത്രിയായി ആന്റി ബേണം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സാമ്പത്തിക ഉത്തേജനമടക്കം പ്രതീക്ഷകളിൽ ബ്രിട്ടൻ. ഐ ഹാവ് എ പ്ലാൻ എന്ന് പറയുന്ന ബേണത്തിന്റെ പ്രസംഗത്തിന് വലിയ സ്വീകാര്യത.